ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് നോക്കാം. ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. പരിക്കേറ്റ കുട്ടി. അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ, കരയായി കോമനെ കരൾവാടി, പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി, കരയായി കോമനെ വരുന്നു ഞാൻ, പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ, തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറു കാൽമുട്ടുകൾ ചതഞ്ഞിതേ, മറിച്ചിട്ടീപ്പടം മുകളിൽ നിന്നയ്യോ, മുറിച്ചിതേ പൊന്നിൻ നിറു കൈയും, മുറിയിൽ കട്ടിൽമേൽ കയറി ചാഞ്ചാടി, തറയിൽ വീണീ പൂങ്കവിളും നീ, കരുതേണ്ട തല്ലുമിതിനായി ഞാനൊന്നു, കരയേണ്ട നോവുമകന്നു പോം, അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവു ഭൂഷണം നിനക്കുണ്ണി, ഉരച്ചി വണ്ണമക്ഷത മോരോന്നുമേ തിരിച്ചു ചുംബിച്ചാൾ ഉടനമ്മ, സ്ഫുരിച്ച പുഷ്പത്തെയളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. കുമാരനാശാൻ പുഷ്പവാടി. സ്നേഹകവി എന്നറിയപ്പെടുന്ന കുമാരനാശാന്റെ പുഷ്പവാടി എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണ് പരിക്കേറ്റ പെൺകുട്ടി. ആശാൻ കവിതകളിൽ കാണുന്ന അമ്മയുടെ സ്നേഹവും വാത്സല്യവും തന്നെയാണ് ഈ കവിതയുടെയും പ്രത്യേകത. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമാണ് ഈ കവിതയിൽ പറയുന്നത്. പൊതുവെ കുട്ടികൾ അല്പം കുസൃതി കാണിക്കുന്ന കൂട്ടത്തിലാണ്. അത്തരം കുസൃതികൾക്കിടയിൽ വീണ് പരിക്കേറ്റ കുഞ്ഞിനെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വന്ന അമ്മ മുറിവുകൾ ഓരോന്നും നോക്കുന്നു. പനിനീർ പൂവിന്റെ മുള്ളേറ്റ് കൈവിരൽ മുറിഞ്ഞതും, ഒറ്റയ്ക്ക് തൈമാവിൽ കയറി വീണ് കാൽമുട്ടു മുറിഞ്ഞതും, മുകളിൽ നിന്ന് പടം വീണ് നിറുക മുറിഞ്ഞതും, കട്ടിലിൽ ഒറ്റയ്ക്ക് ചാടി കളിച്ചപ്പോൾ വീണ് പൂങ്കവിൾ ചുവന്നതും എല്ലാം അമ്മ നോക്കിക്കാണുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മകന്റെ മുഖത്ത് സ്വാഭാവികമായും അമ്മ വഴക്ക് പറയുമോ എന്ന ഭയവും ഒപ്പം സങ്കടവും ഉണ്ടാകും. പക്ഷേ കവിതയിലെ അമ്മ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം മുറിവ് നിനക്കൊരു ഭൂഷണമാണ് എന്ന് കൂടി പറഞ്ഞു. ആ മുറിവിൽ തൊട്ട് തലോടി അവിടെ ചുംബിക്കുന്നു. അതോടെ കുട്ടിയുടെ സങ്കടം മാറി അവൻ പുഞ്ചിരിക്കുന്നു. ഈ കവിതയിൽ ആശാൻ മനോഹരമായ ചില ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മുറിവിൽ ഉമ്മ വയ്ക്കുന്ന അമ്മയുടെ പ്രവൃത്തിയെ ആശാൻ വിടരുന്ന പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനോടാണ് ഉപമിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ ഭാവവ്യത്യാസത്തെക്കുറിച്ചും പറയുന്നത്. കാർമേഘം വന്നു മൂടിയ ചന്ദ്രൻ തെളിയുന്നതുപോലെയാണ് കുട്ടിയുടെ മുഖത്തുള്ള സങ്കടം മാറി സന്തോഷമായത്. അതുകൊണ്ട് തന്നെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ എന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വേദനിക്കുന്ന കുട്ടികൾക്ക് അമ്മയുടെ ലാളനയും സ്നേഹവും എത്രത്തോളം ആശ്വാസം നൽകുന്നു എന്ന് ആശാൻ ഈ കവിതയിലൂടെ കാണിച്ചു തരുന്നു. അമ്മയുടെ സ്നേഹവും ലാളനയും ഏതു വേദനയിലും നമുക്ക് ആശ്വാസം നൽകുന്നു എന്ന് ഈ കവിതയിലൂടെ വ്യക്തമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധവും അത് നൽകുന്ന സന്തോഷവും വായനക്കാർക്കും ഏറെ കുളിർമയും ആനന്ദവും പകരുന്നു.